യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അവയും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇരിപ്പുണ്ട് അടുത്ത ആള്. അവൾക്ക് ചെറിയൊരു പനി പോലെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി, ചൂട് പോലെ. അപ്പോൾ ആൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ അലമ്പെടുക്കോ ഇല്ലെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് 15-ാം തീയതിയാണ്. ഇച്ചായൻ പോയിട്ടിപ്പോൾ കറക്റ്റ് ഒരാഴ്ചയായി. ഇച്ചായൻ പോകുന്നതിന് തലേന്നായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. ഞങ്ങൾ മറൈൻ വേൾഡിൽ പോയെന്നും പറഞ്ഞു. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഒരു 1:30 ഇച്ചായൻ ഇറങ്ങുമായിരുന്നു ചെയ്തത്. ടാക്സി ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇച്ചായന് രാവിലെ 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ് പറഞ്ഞിരുന്നത് മുംബൈയിൽ. അങ്ങനെ അവിടെ ചെന്നിട്ട് വിസയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് 1 വീക്ക് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ആള് ചൈനയിലോട്ട് പോകുന്നത്. ഇന്നൊരു ഉച്ചയോടുകൂടി ചൈനയിലെത്തി. അപ്പോൾ ഇന്ന് ഒരു 6 മണി ഒക്കെ ആയപ്പോഴേക്കും ആള് ഷിപ്പിൽ കയറി. ഇനി നീണ്ട 8-9 മാസം കഴിഞ്ഞിട്ട് ആളെ നാട്ടിലോട്ടുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ചൈന അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കുറച്ച് കേക്ക്, ഞങ്ങൾ ഫ്രിഡ്ജിൽ കുറച്ച് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ഞങ്ങൾ സാമ്പാറും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ചെറിയ ഗ്യാസിന് പ്രശ്നമുള്ള ഐറ്റംസ് ആണല്ലോ. കുറച്ച് അധികം കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഞാനും കഴിച്ചു, മമ്മിയും കഴിച്ചു. പക്ഷെ കേക്ക് ഞാൻ മാത്രമാണ് കഴിച്ചത്. ആ കേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിടിച്ചില്ല എന്നാണെങ്കിൽ പറയാം. എനിക്ക് രാത്രി കിടന്നിട്ടാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയൊക്കെയായിരുന്നു, നെഞ്ചുവേദന. എന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് വന്ന് നിറഞ്ഞു നെഞ്ചില്ല. അത് തന്നെ കാര്യം. എനിക്ക് ശ്വാസം വിടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ സൺഡേ രാവിലെ എണീറ്റു. പക്ഷേ കടയിൽ പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ പപ്പയും കൂട്ടി ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇന്ന പോലെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞു. അവർ 2 ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ ടാബ്ലറ്റും തന്നു. അവരുടെ വിചാരം എനിക്ക് ഗ്യാസാണ്. പക്ഷെ എനിക്ക് ഗ്യാസാണെന്നായിരുന്നു ആ ടൈമിലുള്ള ഒരിത്. ഇവിടെ വന്ന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംഭവം മനസ്സിലായി. അത് ഗ്യാസ് മാത്രമല്ല, ഫുഡ് പോയിസൺ അടിച്ചാണ്. അങ്ങനെ ഗൈസ് എൻ്റെ ബോഡിയിലുള്ള വാട്ടറൊക്കെ പോയി. ഞാൻ ടോയ്ലറ്റിൽ തന്നെ ആയിരുന്നു സ്ഥിരം. അങ്ങനെ 2 ദിവസം, എനിക്ക് തോന്നുന്നു സൺഡേ ഉച്ച കഴിഞ്ഞ്, പിന്നെ മൺഡേ, ചൊവ്വാഴ്ച, ഇന്നലെ കുറച്ച് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നോർമലാണ്, ഓക്കെ ആയി. അപ്പോൾ നന്നായിട്ട് ടയർഡായി ഗൈസ്, നന്നായിട്ട് ടയർഡായി. എനിക്ക് വെയിറ്റ് നോക്കാൻ തന്നെ പേടിയാണ്. കാരണം 50-ൽ താഴെ പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ ഇനി അത് മാത്രമല്ല, ഞങ്ങളുടെ ബർത്ത്ഡേയും ക്രിസ്മസും ന്യൂ ഇയറും കുറച്ച് ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിന്നൊക്കെ ആയാലും നന്നായിട്ട് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരാഴ്ചയായിട്ട് സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് വീണ്ടും വയ്യാണ്ടായത്. വീണ്ടും ഞാൻ ഡൗണായി, ഫിസിക്കലി ഞാൻ ഡൗണായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞാൻ ട്രൈ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് കുറച്ച് ചൊട്ടി. മാത്രമല്ല എൻ്റെ ഫേസ് ഒന്നും ഇടാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോൾ കുരുവൊക്കെ ഉണ്ടായിരുന്നു, കുരുവൊക്കെ മാറി വരുന്നു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാടൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് ടാനും കാര്യങ്ങളൊക്കെ അടിച്ചു. രാത്രി എല്ലാം ഒന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഉറക്കവും ശരിയാവുന്നില്ല. ഇവൾക്കും വയ്യായിരുന്നു. ഞങ്ങൾ ഫുള്ളും ബിസിയായി പോയി. അപ്പോൾ എന്തായാലും ഞാൻ അതെന്താണെന്ന് കാണിച്ചു തരാം. വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു ഹോം റെമഡി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നല്ലൊരു വർക്ക് തരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കുന്ന, നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു 4 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ആദ്യം ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഹെയർ ഒന്ന് കെട്ടിയിട്ടെ. ഓക്കെ നമ്മൾ മുടിയൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കി. ഞാനൊരു ബോളാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഞാൻ റൂമിലിരുന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പുറത്ത് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് എണീക്കാൻ വയ്യ ഗൈസ്, അതാണ് കാര്യം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോയുടെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ജ്യൂസായിട്ട് അടിച്ചിട്ടില്ല. എനിക്ക് ജ്യൂസായിട്ട് അടിക്കണമെങ്കിൽ കുറച്ചുകൂടി
ഒരു തിക്നെസ് തോന്നണമെങ്കിൽ നിങ്ങൾക്കത് ജ്യൂസായിട്ട് അടിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ പൾപ്പ് മാത്രം ജസ്റ്റ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തക്കാളി നീര്, തക്കാളിയുടെ പൾപ്പ് രണ്ടും ഒന്നാണ്. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫേസിലെ ടാനും പാടും എല്ലാം മാറാനായിട്ട് നമ്മുടെ ലെമൺ. ഇരിക്കട്ടെ. ഇനി ഞാൻ എടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡറിന്റെ ചെറിയ സാഷോ പാക്ക് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എന്താ അയ്യോ കഴിഞ്ഞില്ല, വരാം അവിടെ ഇരുന്നോ. മമ്മി ഒരു സൂത്രം തരട്ടെ കുഞ്ഞിനെ. വള മമ്മിയുടെ വള എത്ര കളയാൻ മമ്മിക്ക് നോക്കിയൊന്നും കളയരുതെന്ന്. ആദ്യം 2 വെച്ച് കളിക്ക്, വീണ്ടും അലമ്പെടുക്കുവാണെങ്കിൽ മമ്മി 2 കൂടി തരാം കേട്ടോ. അവൾക്ക് ടോയ് ഒന്നും വേണ്ട, ടോയും വേണ്ട, ടെഡീനും വേണ്ട, ഒന്നും വേണ്ട. അവൾക്ക് എൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി. അത് ഞാൻ അത് കൊടുത്ത് അവിടെ ഇരിക്കുന്നത് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കോഫി പൗഡർ ചെറിയ സാഷോ പാക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലുത് നെസ്കഫേയുടെ ഗോൾഡിൻ്റെ കോഫി പൗഡറാണ്. ഇത് നല്ല കേട്ടോ. എന്താ മണം, ഞാൻ ഇടുന്നത് കാണിക്കാം. ലാസ്റ്റ് ഞാൻ ബ്രഷ് എടുത്തില്ല, ലാസ്റ്റ് നമുക്കൊന്ന് കൈയിടുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് ഷുഗർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ അടുക്കളയിലിരുന്ന് വലിയ ഉപ്പി തിന്നെയാണ്, മമ്മി കാണണ്ട. കുറച്ചിട്ടിട്ടുണ്ട് സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാൻ. ഞാൻ ഇപ്പോഴും എനിക്ക് യൂസ് ചെയ്യണം. ഇനി പഴയ പോലെ തുടങ്ങണം ഫേസിൽ. നമ്മുടെ സ്ഥിരം പാക്ക് ഏതാണെന്നറിയോ, നമ്മുടെ ഓട്സ് പാക്ക്, അതിനി എനിക്ക് തുടങ്ങണം. അത് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, ഒരു ചേഞ്ചിന് വേണ്ടി. ഫേസ് കുറച്ച് ഡള്ളായതുകൊണ്ട് ഞാൻ ഇതെടുക്കുവാണ്. കൺസിസ്റ്റൻസി കുറച്ചുകൂടി തിക്കാവണം. നിങ്ങളതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഞാനിത് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ മിക്കവാറും പേടിച്ചില്ലേ കൊള്ളാം. ഓക്കെ, നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി തിക്കാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തിക്കാക്കാം. ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അല്ലേ കുഞ്ഞു, അല്ലേ കുഞ്ഞു? മിണ്ടണ്ട, അവിടെ ഇരുന്നോട്ടെ. എന്റെ ഡ്രസ്സിലാവും. എന്റെ ഫ്ലോറസൽ കളറിലെ പച്ച ഷർട്ടാണ് കൈ. എൻ്റെ ഇവിടെ എനിക്ക്, അയ്യോ സോറി, ആദ്യമേ നിങ്ങൾ കാണിക്കണ്ടായിരുന്നു.
എനിക്ക് ഇവിടെയൊക്കെ എനിക്ക് ആദ്യം കുരു വരുവാണെങ്കിൽ ഗൈസ് ഇവിടെ ആയിരിക്കും കുരു വരുന്നത്. ഇവിടെയൊക്കെ നല്ല കുരുവിൻ്റെ പാടുണ്ട്, ഒരു 3 കുരുവിൻ്റെ പാടുണ്ട്. എന്താ ഞാൻ പോകുന്നിടത്ത് സുന്ദരനാക്കിട്ടല്ലേ വിട്ടത്. ഇതാണ് ഗൈസ് എൻ്റെ പാക്ക്. ഇതാണ് ഗൈസ് അതൊക്കെ സംഭവിച്ചത്. ഇച്ചയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചയാൻ ഒരു 10 മിനിറ്റ് ഇപ്പോൾ ടാക്സിയിലാണ്, ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന പോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചൈനയിലെത്തും. അപ്പോൾ ഇച്ചിരി അവിടെ മാളിൽ ചൈനയിൽ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹിങ്കോങ് അങ്ങനെയൊക്കെ എന്തൊക്കെ സ്ഥലം ഉണ്ടല്ലോ ചൈനയിൽ, വായി പറയാൻ കൊള്ളാത്ത. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ പർച്ചേസിങ് കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ആയാലും നല്ല ചീപ്പ് റേറ്റ്, നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിലും ഒക്കെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഇത്രയും റേറ്റും കാര്യങ്ങളൊക്കെ എന്നാണ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ചെയ്യാൻ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ സമയം പോലെ ഒരു ഷോർട്ട്സൊക്കെ ആക്കി അപ്ലോഡ് ചെയ്ത് തരാം. ഇപ്പോൾ അവിടെ -2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വെള്ളമൊക്കെ ഐസാകാൻ തുടങ്ങും. എനിക്കറിയില്ല എങ്ങനെ അത് ജീവിക്കുമെന്ന്. പോരാത്തതിന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോയപ്പോൾ എപ്പോഴും ജാക്കറ്റ് കൊണ്ടുപോകും. ഇത്തവണ പോയപ്പോൾ ജാക്കറ്റ് എടുത്തില്ല, വേറെ കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് പോയത്. കുറച്ച് ഡ്രസ്സ് വരാനും ഉണ്ടായിരുന്നു, അതിന് മുമ്പാണ് അവർ വിളിച്ചത്. അപ്പോൾ വന്ന ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഇനി ഇടാമല്ലോ, പുതിയതായിട്ട് ഇടാമല്ലോ. ഓക്കെ, അതിനിടയ്ക്ക് മമ്മി വന്നായിരുന്നു. അപ്പോൾ ലുട്ടു അങ്ങോട്ടേക്ക് പോയി, മമ്മിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇത് പാതിക്ക് വെച്ച് നിന്നിരിക്കുകയാണ്, നമുക്ക് ബാക്കിയിടാം. ഇത് ഉണങ്ങിയായോ? ഇത് ഇത്ര ഉണങ്ങിപ്പോയി കാര്യം, സാരമില്ല, നിങ്ങളെന്നോട് ക്ഷമിക്കൂ. ഞാൻ പറഞ്ഞു തന്നത് ഇവിടെയാണ് എപ്പോഴും എനിക്ക് പിമ്പിൾസ് ഒക്കെ കൂടുതൽ വരുന്നത്. ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് നാളായി, കണ്ടില്ലേ? ഞാൻ തന്നെ ഹെയർ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വീട്ടിൽ തന്നെ ഇരുന്ന്. ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത് കുറവാണ്, കാരണം നമുക്ക് ചെയ്യാനറിയാമെങ്കിൽ എന്തിനാണ് നമ്മൾ പുറത്തുകൊണ്ട് കാശ് കൊടുക്കുന്നത്? ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. ഇത് എനിക്കിനി അപ്പുറത്തേക്ക് പോയി ബ്രഷ് എടുക്കാൻ പോയി, ഞാനിപ്പോൾ ഇറങ്ങിയതായിരുന്നു, മറന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയ വീഡിയോസൊക്കെ എനിക്ക് നല്ല വൈഫൈ കിട്ടുമ്പോൾ, കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടുത്തെ സിം എടുക്കണ്ടേ. അപ്പോൾ വൈഫൈ കിട്ടുവാണെങ്കിൽ ഞാൻ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞത്. 2 ഫോണുണ്ട് എൻ്റെ കയ്യിൽ, ഒന്ന് ഐഫോണും ഒന്ന് OnePlus ആണ്. OnePlus എടുത്തില്ല, ഐഫോണിൽ നല്ല ക്വാളിറ്റി കിട്ടുമെന്ന് വിചാരിച്ച് ഐഫോണിലാണ് എടുത്തത്. അവിടുത്തെ റെസ്റ്റോറൻ്റ് ആയാലും ഫുഡ് കഴിക്കാൻ പോയതായാലും ഹോട്ടലിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞ് വൈഫൈ ഐഫോണിൽ കണക്റ്റ് ആകുന്നില്ല, എന്താ VPN പ്രോബ്ലം അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഇച്ചാന് എനിക്ക് വീഡിയോ അയച്ചാനും പറ്റിയില്ല. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു, ഇനി ഞാൻ അടുത്ത തവണ വരുമ്പോൾ നിനക്ക് എല്ലാ വീഡിയോയും കൂടി ഞാൻ എടുത്ത് സ്റ്റോറേജിൽ ഫുള്ളാക്കി വെച്ചേക്കാം, നീ ഇഷ്ടം പോലെ അപ്ലോഡ് ചെയ്തോളാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനിപ്പോൾ പറ്റത്തില്ല. അതിന് ശേഷം ഞാൻ ഇപ്പോൾ പോയ കാര്യങ്ങളൊക്കെ OnePlusനാണ് എടുത്തിരിക്കുന്നത്. അതെനിക്ക് കുറച്ച് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അത് ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഞാനിപ്പോൾ നല്ല കട്ടി കിട്ടിട്ടില്ല, കാരണം നിങ്ങളെ വാഷ് ചെയ്യുന്നത് കാണിക്കണ്ടേ.
നിങ്ങൾക്ക് ഇവിടെയൊക്കെ കട്ടിക്കിടാൻ കേട്ടോ. എൻ്റെ ഇവിടെ ഒന്നും നന്നായിട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് അവിടെയൊക്കെ കട്ടിക്കിടാവുന്നേ ഉള്ളൂ. പിന്നെ നെക്കിൻ്റെ പോർഷനൊക്കെ ഇവിടെയൊക്കെ ഇടാൻ നന്നായിട്ട്. എൻ്റെ ഇവിടെ ഇപ്പോൾ ഞാൻ ക്ഷീണിച്ച കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരുന്നത്. ഇനി എനിക്ക് ഫുഡ് കഴിച്ച് സെറ്റാകണം. എനിക്കൊരു ചലഞ്ച് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, അതിലൂടെയും പറ്റുമെങ്കിൽ ചെയ്യാം. വേറൊന്നുമല്ല, എനിക്ക് വെള്ളം കൂടി നല്ല കുറവാണ്. അപ്പം ഞാൻ തന്നെ മനസ്സ് വിചാരിച്ച് കുറച്ചധികം വെള്ളം ഒരു ചലഞ്ചായിട്ട് എടുത്ത് കുടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ ഞാൻ ഭയങ്കര മടിച്ചാണ് ഗൈസ്. എനിക്ക് കുറേ സമയം വേണം ഫുഡ് കഴിക്കാനായിട്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്ക്രബ് ചെയ്ത് തുടങ്ങാം. റൂമിലാകാതിരിക്കാനായിട്ടോ ഇനി ചട്ടിയും കറും പാത്രമൊക്കെ ആയിട്ട് വരും. ഓക്കെ, എൻ്റെ ഡ്രസ്സിലാക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശമില്ല ഗൈസ്. സ്ക്രബ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ഒരു വീഡിയോയിൽ, അതുപോലെ അങ്ങ് ചെയ്യാം. ജെന്റ്ലി മസാജ്. പിന്നെ വേറൊരു കാര്യം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ പോലെ നിങ്ങൾ ഒരു പാക്ക് ഇട്ട് കഴിയും സംസാരിക്കാതിരിക്കുക. കാരണം നമ്മുടെ സ്കിന്ന് ചുളുങ്ങും. ഓക്കെ, എൻ്റെ വെഡ്ഡിങ് റിങ്ങിലൊക്കെ ആയി ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ വൈപ്സാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ടവല്, വെള്ളം നനഞ്ഞ ടവലായാലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി വൈപ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കെന്തായാലും റിമൂവ് ചെയ്യാം. കഴുകുന്നതായിരിക്കും നല്ലത്. എൻ്റെ പുരുകനിരിക്കുന്ന നോക്കി പുള്ളേച്ചിൻ്റെ പുരുകൻ പൊലിപ്പിക്കുന്നു. പുരുകമൊക്കെ പുള്ളേച്ചിൻ്റെ പുരുകൻ പോലൊക്കെ ഇരിക്കും കേട്ടോ, കാര്യമാക്കണ്ടേ. കോഫി പൗഡർ എങ്ങനെ ഇട്ടാലും അത് നല്ല എഫക്റ്റാണ്. അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ഗുണം അറിയാമായിരിക്കുമല്ലോ. ഞാൻ എന്തായാലും പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫേസൊക്കെ ക്ലിയർ ചെയ്തു. ഓക്കെ വന്നിട്ടുണ്ട്. ഇത് ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കുക, നല്ല മാറ്റം ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ ഇതല്ല, ഏതൊരു പാക്കായാലും നമ്മളൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായാൽ മതി, നമ്മൾ അതിൽ സക്സസ് ആവും. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതെന്നല്ല, നമ്മൾ ഏതൊരു പാക്കായാലും ഏതൊരു കാര്യമായാലും നമ്മളത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെടുക്കുന്ന എഫോർട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ സക്സസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നാൾ ഫേസിലൊന്നും ചെയ്യാണ്ട് ഡാർക്ക് അടിച്ച് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അറിയാമല്ലോ കോഫി പൗഡറിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഒരു ഗ്ലൂട്ടാഗാൻ്റെ വാസ്റ്റിൻ്റെ ഒരു
ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. അതിൻ്റെ റിവ്യൂവിനെ വൈകാണ്ടിരുന്നതായിരിക്കും. അത് ഞാനിപ്പോൾ ഏകദേശം ഒരു 1 മന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ കൈയൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡാർക്കായിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി കുഞ്ഞു? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹായ് പറഞ്ഞേ കുഞ്ഞു, ഹായ് പറഞ്ഞേ. ഹായ് അവിടെ കുഞ്ഞു, അവിടെ നോക്കി പറഞ്ഞു. ആളപ്പോൾ ഇന്ന് കുറച്ച് വാശിയിലാണ്, കുറച്ച് വാശി കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അതിനൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഞാൻ പോവാണ്.